മുസ്ലിങ്ങളല്ലാത്തവരായിരിക്കണമെന്ന വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ് വഖഫ് ബോർഡുകൾ, എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നത് വഖഫ് ബോർഡുകളാണ്. വഖഫ് ബോർഡിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 8 മുതൽ 12 വരെ എന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. 8 മുതൽ 12 വരെ, അതായത് ചുരുങ്ങിയത് 8 പേർ ഉണ്ടായിരിക്കണം, പരമാവധി 12. ഇപ്പോൾ BJP കൊണ്ടുവന്ന ഈ ഭേദഗതി ബില്ലിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണെന്നറിയുമോ? ഈ രീതി ഒഴിവാക്കിയിട്ട് അപ് ടു 11 എന്ന് ചേർത്തിരിക്കുകയാണ്. 11 വരെ എന്ന് വെച്ചാൽ 5 ആയാലും കുഴപ്പമില്ല, 3 ആയാലും കുഴപ്പമില്ല, 7 ആയാലും കുഴപ്പമില്ല. സംസ്ഥാന വഖഫ് ബോർഡിൽ നേരത്തെ 95 നിയമം അനുസരിച്ച് ചുരുങ്ങിയത് 8 പേർ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥ ഇല്ലാതാക്കി 11 വരെ ആളുകൾ ഉണ്ടായിരിക്കണമെന്ന രീതിയിൽ അതിനെ മാറ്റം വരുത്തിയിരിക്കുന്നു. മാത്രമല്ല, ആ 11 ആളുകളിൽ 4 പേർ മാത്രമേ മുസ്ലിംകളായിരിക്കണം എന്ന് ബില്ല് പറയുന്നുള്ളൂ. അതിൽ ഒന്ന് മുത്തവല്ലിയുടെ പ്രതിനിധിയായിട്ടുള്ള ഒരാൾ, ഒരു മുസ്ലിം പണ്ഡിതൻ. പുതിയ ഒരു സംഗതി ചേർത്തിരിക്കുകയാണ്, മുനിസിപ്പൽ പഞ്ചായത്ത് മെമ്പർമാരിൽ നിന്ന് 2 പേർ. സംസ്ഥാനത്തെ ഏതെങ്കിലും മുനിസിപ്പൽ കൗൺസിൽ മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, അവരിൽ നിന്ന് 2 പേർ. ഈ 4 ആളുകൾ മുസ്ലിങ്ങളായിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ അവർ മുസ്ലിങ്ങളായിരിക്കണമെന്ന് പറയുന്നില്ല. അതിനു പുറമെ 2 വനിതകൾ ഉണ്ടാകണമെന്ന് പറയുന്നുണ്ടല്ലോ. ആ 2 വനിതകൾ തന്നെ വലിയ തമാശയാണ്. MP പ്രതിനിധി ഉണ്ടാകും, MLA പ്രതിനിധി ഉണ്ടാകും. എന്നാൽ ഈ പറയപ്പെടുന്ന മുസ്ലിങ്ങളായിരിക്കണമെന്ന് പറയുന്ന 4 ആളുകളുണ്ടല്ലോ, മുത്തവല്ലി, മുസ്ലിം പണ്ഡിതൻ, മുനിസിപ്പൽ പഞ്ചായത്ത് മെമ്പർമാർ, ഈ 4 ആളുകളിൽ നിന്നാണ് 2 പേർ വനിതകളായിരിക്കേണ്ടത്. വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 11 മെമ്പർമാരിൽ നിന്നല്ല, ആ 11-ലെ മുസ്ലിങ്ങളായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള 4 ആളുകളിൽ നിന്നാണ് വനിതകളെ ചേർക്കേണ്ടത്. അങ്ങനെ വളരെ വ്യക്തമായി സ്റ്റേറ്റ് സെൻട്രൽ വഖഫ് കൗൺസിലാണെങ്കിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലാണെങ്കിലും മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകാൻ പറ്റുന്ന തരത്തിലുള്ള ഭേദഗതിയാണ് BJP സർക്കാർ ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവരുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് സ്വീകാര്യമാകാത്തത്? മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രത്യേകം നിയമം നിർമ്മിക്കുന്നു എന്നതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് 1950 ഹിന്ദു സ്ഥാപന നിയമമുണ്ട്. 1950 ഹിന്ദു സ്ഥാപന നിയമം കേരള നിയമസഭ പാസാക്കിയ നിയമമാണ്. ആ നിയമം അനുസരിച്ചാണ് സംസ്ഥാനത്ത് 5 ദേവസ്വം ബോർഡുകൾ പ്രവർത്തിക്കുന്നത്. ആ ഹിന്ദു സ്ഥാപന നിയമം അനുസരിച്ചുള്ള ദേവസ്വം ബോർഡിലെ അതുമായി ബന്ധപ്പെട്ട ആക്ടിൽ പറയുന്നത് അതിലെ ബോർഡിലെ ഓരോ അംഗവും ഹിന്ദുവായിരിക്കണം എന്നാണ്. നമുക്ക് ആക്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും, ഹിന്ദുവായിരിക്കണമെന്ന് നിർബന്ധമായി നിശ്ചയിച്ചിരിക്കുന്നു. വഖഫ് ബോർഡിന്, ദേവസ്വം ബോർഡിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരിക്കും, CEO ഹിന്ദു ആയിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ വഖഫ് ബോർഡിന്റെ CEO ഹിന്ദുവാകണം, മുസ്ലിം ആകണമെന്നില്ല. അത് മുസ്ലിം അല്ലാത്ത ആളെയും നിയമിക്കാം. എന്തുകൊണ്ടാണ് ഒരു മതേതര രാജ്യത്ത്, എല്ലാ മതങ്ങൾക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക ചില ലിമിറ്റേഷൻ, മുസ്ലിങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ, പ്രത്യേകമായ നിയമം, ഹിന്ദുക്കൾക്ക് വേറെ നിയമം എന്തുകൊണ്ടാണ്?